പ്രാദേശിക കൂട്ടായ്മയെ ദൃഢപ്പെടുത്തുന്നതോടൊപ്പം കലാകായിക സാംസ്കാരിക മേളയിലൂടെ ലഹരി എന്ന വിപത്തിനെ ഇല്ലായ്മ ചെയ്യുക കൂടിയാണ് മെഹന്തി ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മൈലാഞ്ചി മൊഞ്ചിന്റെ ശീലുകൾ തീർത്ത തൃത്താല ചേല് മെഹന്തി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കൈവെള്ളകളിൽ വിരിയുന്ന വിസ്മയ കാഴ്ചകളുമായി വട്ടനാട് ഗവൺമെന്റ് LP സ്കൂൾ മെഹന്തി ഫെസ്റ്റിന് വേദിയായപ്പോൾ മത്സരത്തിനപ്പുറം കലയുടെയും സംഗമത്തിന്റെയും ആഘോഷമായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ പ്രത്യേക താൽപര്യത്തിലൊരുങ്ങിയ തൃത്താല ചേല് മെഹന്തി ഫെസ്റ്റ് ജനപങ്കാളിത്തം കൊണ്ടും ഡിസൈനുകളുടെ പുതുമ കൊണ്ടും ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നെത്തിയ 100ഓളം പേരാണ് തങ്ങളുടെ സർഗാത്മകതയുമായി ഈ ഫെസ്റ്റിവലിൽ അണിനിരുന്നത്. അവർക്കൊപ്പം മന്ത്രി കൂടി പങ്കാളിയായി. ഒന്നിനൊന്ന് വ്യത്യസ്തമായ മെഹന്തി ഡിസൈനുകൾ വട്ടേനാട് സ്കൂളിനെ ഒരു ചിത്രശാലയാക്കി. പരമ്പരാഗതമായ അറബിക് ശൈലികൾക്കൊപ്പം സൂക്ഷ്മതയാർന്ന മൊറോക്കൻ ഡിസൈനുകളും വടിവത്ത മണ്ഡല കലയും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഫ്ലോറൽ ഡിസൈനുകളും കൗതുകകരമായ കാഴ്ചയായി. ഓരോ കൈകളിലും ഒരു കഥ പോലെ മൈലാഞ്ചി വർണ്ണങ്ങൾ നിറഞ്ഞപ്പോൾ നാടിന്റെ നന്മയെയും പൈതൃകത്തെയും ചേർത്ത് പിടിക്കുന്ന ഒന്നായി മാറി. മെഹന്തി ഫെസ്റ്റിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ യഹീദ, മാജിദ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഭാഗ്യ ശ്രീലക്ഷ്മി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ നിഹാര ഐഷിഫ എന്നിവർ 2ാം സ്ഥാനവും നേടി. തൃത്താല ഗ്രാമപഞ്ചായത്തിലെ സഫ്രീന, ഷസ്മിന, പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ ഫാത്തിമത്ത് റബീഹ, റഹീഹ, ഹാദിയ ഷമീറ എന്നിവർ 3ാം സ്ഥാനവും പങ്കിട്ടു. പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റും നൽകി. കലാകാരന്മാരായ ഗോപു പട്ടിത്തറ, VM ബഷീർ, PC രേണുക എന്നിവരായിരുന്നു വിധികർത്താക്കൾ.